ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം വിചാരിക്കണം. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയ ലഞ്ച് പ്രിപ്പറേഷനും ഇന്നത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും എൻഡ് വരെ കാണാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കുക്കിംഗ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കിച്ചണിലൊന്നും അല്ലല്ലോ കേട്ടോ. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ ഞങ്ങൾ ട്രിപ്പിലാണ് കേട്ടോ. തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടില്ല. ഇന്നിപ്പോൾ 5ാമത്തെ ദിവസമായി. അപ്പോൾ നമ്മൾ 1-2 ദിവസത്തേക്കൊക്കെ യാത്ര പോകുമ്പോൾ ഓക്കെ നമുക്ക് ഹോട്ടൽ ഫുഡ് ഓക്കെ ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മളെ സ്റ്റേറ്റ് വിട്ട് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ ഫുഡ് ഭയങ്കര പ്രശ്നമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ട്രിപ്പ് പോകുമ്പോൾ അങ്ങനെ ഒരു കുക്കിങ്ങിന് സെറ്റപ്പായിട്ടാണ് പോവുക. ചിലപ്പോൾ ഞങ്ങളെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടാൾക്ക് യാത്ര നല്ല ഇഷ്ടമാണ്. പ്ലാനിങ് ഒന്നുമില്ല, അതിന് മിക്കവാറും ദിവസങ്ങളിൽ ഇറങ്ങാറുള്ളത്. ചിലപ്പോൾ 2 ദിവസം കൊണ്ടോ അല്ല ദിവസം പിറ്റേ ദിവസം തന്നെ തിരിച്ചു പോയ അവസരങ്ങളുണ്ട്. അല്ലാതെ 5-6 ദിവസം നിന്നിട്ട് തിരിച്ചു പോയ സമയമുണ്ട്. അപ്പോൾ നമ്മളെ നാട്ടിലുള്ള നമ്മളെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ കാര്യങ്ങളും എന്തെങ്കിലും അർജൻറ്റൊക്കെ ഉണ്ടായാൽ പെട്ടെന്ന് തിരിച്ചു പോകേണ്ടി വരും കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഒരു ബാസ്ക്കറ്റിൽ ഈ ഒരു ഇൻഡക്ഷൻ കുക്കറും അതേപോലെ ഒരു ഇൻഡക്ഷൻ ബേസ് ആയിട്ടുള്ള ചെറിയൊരു കുക്കറും ഈ ഒരു കുക്കറ്, ഒരു ഫ്രൈയിങ് പാന്, 2 പ്ലാസ്റ്റിക് ബൗള്, 4 പ്ലേറ്റ് ഒക്കെ എടുക്കും കേട്ടോ. ഒരു ബാസ്ക്കറ്റിലേക്ക് സെറ്റാക്കിയിട്ട് ആ ഒരു ബാസ്ക്കറ്റിൽ ഉൾക്കൊള്ളുന്ന പോലെ എല്ലാ സാധനങ്ങളും എടുക്കും. അപ്പോൾ ഞാൻ എത്ര കുറച്ച് പാത്രം കൊണ്ട് ഏത് സാഹചര്യത്തിലും കുക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളെ കൂടെ കുട്ടികളുണ്ടാകുമ്പോൾ കുക്കിങ് ഭയങ്കര പ്രശ്നം തന്നെയാണ് ഫുഡ്. അപ്പോൾ അങ്ങനെ ഇന്ന് ഗീ റൈസും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ആണ് ഉണ്ടാക്കുന്നത്. ഫ്രൈ എന്ന് പറഞ്ഞാൽ ഡീപ്പ് ഫ്രൈ ഒന്നുമല്ല, കുടിവെള്ളം ഇതുപോലെ 3-4 ക്യാനിലാക്കിയിട്ട് എടുക്കും, കുക്ക് ചെയ്യാനും കുടിക്കാനുള്ള വെള്ളം. പിന്നെ അത് തീർന്നാൽ പിന്നെ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് തേക്കടിയാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. ഇവിടെ കുടിവെള്ളം വലിയ പ്രശ്നമൊന്നുമില്ല, ഇവിടെ മലയോര മേഖലയാണല്ലോ, അപ്പോൾ നല്ല വെള്ളമാണ് കേട്ടോ. പക്ഷേ ഞാൻ കൊണ്ടുവന്ന വെള്ളം ഉണ്ടായപ്പോൾ അതങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ കുടിച്ച് ശീലിച്ച വെള്ളത്തിനൊരു നമുക്കൊരു ഒരു ശീലമുള്ള ടേസ്റ്റാണല്ലോ. അപ്പം അങ്ങനെ അപ്പം ഞാനെപ്പോഴും ഇതേപോലെ കുക്കിംഗ് സെറ്റപ്പായിട്ട് പോവും. ചിലപ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നും വരില്ല, പിറ്റേ ദിവസം തന്നെ തിരിച്ചു പോകേണ്ടി വരും. ഇപ്രാവശ്യം എന്തായാലും ഇന്നിപ്പോൾ 5ാമത്തെ ദിവസമായിട്ട് ഒരു ദിവസമാണ് നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചത്. ഒരു ദിവസത്തിൻ്റെ പകുതി, അങ്ങനെ 1.5 ദിവസം നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചത്. 2ാമത്തെ ദിവസം തന്നെ ഏകദേശം ഫുഡ് ഇൻഫെക്ഷൻ്റെ ഒരു ലക്ഷണങ്ങളൊക്കെ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും കുക്ക് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ ഏത് സാഹചര്യത്തിലും മീൻസ് ചെറിയ സൗകര്യത്തിലായാലും ഞാൻ കുക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു കോട്ടേജിൽ അങ്ങനെ ഒരു പ്രൈവറ്റ് മുറ്റുണ്ട് നമുക്ക്. അതേപോലെ തന്നെ ഇങ്ങോട്ട് നല്ല വിശാലമായിട്ടുള്ള ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ. നല്ല പ്രൈവസി ഉള്ള ഒരു സ്ഥലമാണ്. നമ്മളെ ബാക്കിലോട്ട് ആരും ശല്യപ്പെടുത്താനോ ബിൽഡിങ്ങുകളോ ഒന്നുമില്ല. ഒരു തോട്ടാണ് കേട്ടോ, ഏലക്കായും കുരുമുളകും ഒക്കെ ഉള്ള തോട്ടാണ്. അപ്പോൾ നല്ല പ്രൈവസിയൊക്കെ ഉണ്ട്. ഇങ്ങനൊരു മുറ്റുണ്ടായ കാരണം നമുക്ക് പാത്രം കഴുകാനും ഇറച്ചി മീൻ കഴുകാനൊക്കെ ഉള്ള സൗകര്യം അതും അവിടെ ഉണ്ട് കേട്ടോ. തുണി അലക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സൗകര്യമുള്ള സ്ഥലം തന്നെയായിരുന്നു. പക്ഷെ കിച്ചൺ സ്പേസ് ഈ ഒരു കൗണ്ടർ ടോപ്പ് ഉണ്ടെന്നല്ലാതെ അവിടെ ബേസിന് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. അതൊരു കണക്കിന് നല്ലതാണ് കേട്ടോ. നമ്മൾ കഴുകാനൊക്കെ ഉള്ളതൊക്കെ അവിടെ നിന്ന് കഴുകിയിട്ട് വരുമ്പോൾ നമുക്കൊരു വൃത്തിയാണല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് പീസ് ഞാൻ വറുക്കാൻ വേണ്ടി മാറ്റി വെക്കുകയാണ്. കറി മാത്രം മതി എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇവിടെ നമുക്ക് ഇറച്ചി തൂക്കത്തിന് കിട്ടണില്ല, ഒരു ചിക്കന് അങ്ങനെയാണ് കിട്ടുക കേട്ടോ. അപ്പോൾ കാക്ക അറുത്ത് കൊടുത്തിട്ടാണ് നമ്മൾ ചിക്കന് വാങ്ങുക ഇങ്ങനെ ട്രിപ്പിലൊക്കെ. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ചിക്കൻ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വറുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പ്ലേറ്റിൽ ഇങ്ങനെ നിരത്തി വെച്ച് നോക്കണ ഒന്നുമല്ല, ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ഫ്രൈങ് പാന് ഒരു വലിയ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള കേട്ടോ. അപ്പോൾ അതിൽ നിരത്തിടാൻ പറ്റിയ അത്ര മാത്രം എടുത്തിട്ടാണ് ഞാൻ ഇങ്ങനെ മസാല പുരട്ടി വെക്കുന്നത് കേട്ടോ. ഇതിനൊന്നും റെസിപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒക്കത്തേക്കും അതേപോലെ ഇപ്പം ഞാൻ ഇട്ട മസാല ഉണ്ടല്ലോ, അത് ഞാൻ വീട്ടിൽ നിന്ന് അങ്ങനെ മിക്സ് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. ഞാൻ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ നമ്മൾ യാത്രയിലൊക്കെ പോകുമ്പോൾ ഒരുപാട് പാക്കറ്റുകളും അല്ലെങ്കിൽ ഒരുപാട് ടിന്നുകളൊന്നും കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒന്നിൽ അങ്ങനെ മിക്സ് ചെയ്ത മസാല, പിന്നെ ഒന്നിൽ പഞ്ചസാര, ഒന്നിൽ ചായപ്പൊടി, അതിൽ തന്നെ കോഫിൻ്റെയും ഗ്രീൻ ടീൻ്റെ ഒക്കെ പാക്കറ്റുകൾ അതും വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബോട്ടിലിൽ കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ. ഇത്രയും സാധനങ്ങളൊന്നും എടുക്കുള്ളൂ. പിന്നെ നമ്മൾ എവിടെയാണോ പോണത് അവിടുത്തെ പച്ചക്കറിയും ഇറച്ചി മീനൊക്കെ അങ്ങനെ വാങ്ങുകയും ചെയ്യും. ഇത് ബേസിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ആ ഒരു ബാസ്ക്കറ്റിൽ, നമ്മളെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ കൊണ്ടു നടക്കുന്ന ഒരു ബാസ്ക്കറ്റ് ഉണ്ടല്ലോ, ആ ഒരു ബാസ്ക്കറ്റിൽ
കൊള്ളുന്ന സാധനങ്ങൾ സെറ്റ് ചെയ്ത് കൊണ്ടുവിട്ടാം. അപ്പോൾ ഒരു ചായപാത്രം കരുതും കേട്ടോ. നമ്മൾ സാധാരണ വീട്ടിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സ്പേസ് മതിയാവുന്ന ഒരു ചായപാത്രം ഉണ്ടാവും. അങ്ങനെ എല്ലാ യാത്രയിലും ഞാനിത് വണ്ടിയിൽ വെക്കും. കുക്ക് ചെയ്യണമെങ്കിൽ കുക്ക് ചെയ്യും. അത് ആദ്യമുള്ള ശീലമാട്ടോ. മുനീഫും ജിയും ചെറിയ മക്കളായിരുന്ന സമയത്ത് എപ്പോഴും ട്രിപ്പ് പോയിരുന്നു. ഞങ്ങൾക്ക് രണ്ടാൾക്കും യാത്ര ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ എപ്പോഴും അങ്ങനെ കുട്ടികളെ നമ്മളെ യാത്ര ചെയ്യണമെന്ന് കരുതിയിട്ട് കുട്ടികളെ ഫുഡ് പ്രശ്നമാവാൻ പാടില്ലല്ലോ. പിന്നെ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ച് അധികം ദിവസം നിന്നാലും നമ്മളെ ആരോഗ്യത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. ആരോഗ്യത്തിന് മീൻസ് ഫുഡ് ഇൻഫെക്ഷനോ കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. ഒരു പ്രാവശ്യം ഞാൻ ഇതേപോലെ കൊണ്ടുപോകാതിരുന്ന് മാസി വയനാട് നിന്നാണ് തോന്നുന്നുണ്ട് ഫുഡ് വാങ്ങിക്കൊടുത്തവന് ഫുഡ് ഇൻഫെക്ഷനായി അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥയൊക്കെ വന്നു കേട്ടോ. ഡ്രിപ്പ് ഇടേണ്ട അവസ്ഥയൊക്കെ വന്നു. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ കരുതും എന്തായാലും. അപ്പോൾ ബേസിക്കായിട്ടുള്ള ഈ ഒരു മസാല യൂസ് ചെയ്തിട്ട് തന്നെയുള്ള ഫുഡ് തന്നെ ആയിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെ അല്ലെങ്കിലും എന്ത് കറിയാണെങ്കിലും ഇപ്പോൾ വറുക്കാനാണെങ്കിലും കറിയാണെങ്കിലും ഒക്കെ അവർ മസാല യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുക. അപ്പോൾ കുറച്ച് പാത്രങ്ങളും കുറച്ച് പാത്രങ്ങളും കുറച്ച് പാക്കറ്റ് മസാലകളും ഒക്കെ കൂടെ ആയിട്ട് അങ്ങനെ ഇന്നത്തെ ലഞ്ച് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ഞാനിത് ആദ്യം വീഡിയോ എടുക്കാനൊന്നും വിചാരിച്ചിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഞങ്ങളെപ്പോലെ തന്നെ കുഞ്ഞു കുട്ടികളായിട്ടൊക്കെ ട്രിപ്പ് പോകുന്ന ആൾക്കാരും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊരു ഐഡിയ കിട്ടുമല്ലോ ഇങ്ങനെ ആകുമ്പോഴും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ പിന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ ആ ഒരു കുട്ടിച്ചോപ്പറും കരുതിയിട്ടുണ്ട് കേട്ടോ പ്രാവശ്യം. അത് ന്യൂ മെമ്പറാണല്ലോ നമ്മുടെ കിച്ചണിൻ്റെ. അപ്പോൾ എനിക്കിപ്പോൾ ഈ പ്രാവശ്യം നല്ല യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ട്. ഞാൻ കട്ടിംഗ് ബോർഡ് എടുത്തിട്ടുണ്ട്. പക്ഷേ കട്ടിംഗ് ബോർഡും വെച്ചിട്ട് മാസി ഭയങ്കര കളിയാണ് ആ മുറ്റത്ത്. അപ്പോൾ ഇനിയിപ്പോൾ അത് കഴുകി നന്നാക്കി ഒക്കെ എടുത്തിട്ട് വരണ്ടേന്ന് കരുതിയിട്ട് ഞാനത് എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ചായപാത്രം എടുക്കണത്. നമ്മൾ പാല് വാങ്ങിയിട്ട് പാല് മോന് പാലും കൊടുക്കും, നമ്മൾ ചായ ഉണ്ടാക്കി കുടിക്കും. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഇന്ന് പ്രിപ്പയർ ചെയ്ത് തന്നെയാണ്. ചപ്പാത്തിൻ്റെ പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. മുട്ട റോസ്റ്റും ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുമ്പോഴും ഈ ഒരു മസാല തന്നെ കേട്ടോ യൂസ് ചെയ്യാം. അപ്പം അങ്ങനെ അപ്പോൾ ഇതാണ് കേട്ടോ ഒരു ഫ്രൈ പാന് കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ. അപ്പോൾ അതിൽ അടിയിൽ കുറച്ച് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് നിരത്തി വെച്ച് കൊടുത്തിട്ട് അങ്ങനെ വെക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. നമ്മളെ ഇൻഡക്ഷൻ കുക്കർ ആകുമ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് താഴെ നിന്നാണ് ചൂട് കയറുക. നമ്മൾ സാധാരണ എന്തെങ്കിലുമൊക്കെ ബോയിൽ ചെയ്യാനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡിൽ നിന്നാണല്ലോ ഇങ്ങനെ തിളച്ച് വരിക. പക്ഷേ ഇൻഡക്ഷൻ കുക്കറിൽ താഴെ നിന്നാണ് ഇങ്ങനെ തിളച്ച് വരിക. അപ്പോൾ അടി പിടിക്കാനും ഒക്കെ ചാൻസ് കൂടുതൽ. അതാണ് ഞാൻ ചിക്കൻ കറിയിലും വെള്ളം ഒഴിച്ച് വെച്ച് കേട്ടോ. ചിക്കനിൽ വെള്ളം ഇറങ്ങും, എന്നാലും വെള്ളം ഒഴിച്ച് വെച്ചില്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്കർമേലാവുമ്പോൾ അടി പിടിക്കാനും ചാൻസ് കൂടുതലാട്ടോ. അപ്പോൾ കറിയായി 10 മിനിറ്റത്തെ കുക്കിങ്ങേ ഉള്ളൂ കേട്ടോ. ഒന്നാമത് ഈ ഈസി കുക്കിലുണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തിളച്ച് കിട്ടും സാധനങ്ങൾ. അപ്പോൾ അങ്ങനെ പിന്നെ അതാ ചെറിയൊരു സാലഡും ഉണ്ടാക്കിയിട്ടാ. അങ്ങനെ ഇന്നത്തെ ലഞ്ച് പ്രിപ്പറേഷനും കഴിഞ്ഞു. ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. നമ്മൾ വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ കുക്ക് ചെയ്യുന്ന സ്ഥലം നമുക്ക് നല്ല ക്ലീൻ ആയിട്ട് കിടക്കണമല്ലോ. നല്ല വൃത്തിയുണ്ട് കേട്ടോ ഇവിടെ. ഒന്നാമത് പുതിയ ബിൽഡിംഗ് ആണ്, അപ്പോൾ നല്ല വൃത്തിയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു തോട്ടത്തിലാണ് ഈ എസ്റ്റേറ്റിലാണ് ഇതുള്ളത് കേട്ടോ. ഏലക്കായൻ്റെയും കുരുമുളകിൻ്റെ ഒക്കെ തോട്ടത്തിലാണ്. അപ്പോൾ നല്ല പ്രൈവസി ഉണ്ട്, ഒരു ശല്യമില്ല കേട്ടോ. അതും ഇത് നമുക്ക് തന്നിട്ടുള്ള കോട്ടേജ് എൻ്റെ ഭാഗത്തേക്കാണ്. അപ്പോൾ നമ്മളെ ബാക്കൊക്കെ ആയിട്ട് വേറെ ആൾക്കാരോ ഒന്നുമില്ല. നല്ലൊരു കാമൻ ക്വയറ്റായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് കേട്ടോ. അപ്പോൾ അതാ കറി റെഡിയായി, ചിക്കൻ അതാ റെഡി ആവുന്നുണ്ട്. ഡീപ്പ് ഫ്രൈ അല്ല കേട്ടോ, ചോറും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സാലഡ് ഉണ്ടാക്കണം. മാസി ഇതാ ഭയങ്കര കളിയാണ്. അപ്പോൾ അവന് പിന്നെ കളിക്കാൻ ആരുമില്ലല്ലോ, പിന്നെ ഫുൾ ടൈം ടാബും ഇരിക്കണ്ടെന്ന് എഴുതിയിട്ട് ഞാൻ അവിടെ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചതാണ്. വൈകുന്നേരം ആകുമ്പോൾ പുറത്തിറക്കും കേട്ടോ, വെയിലൊക്കെ പോയി കഴിയുമ്പോൾ. ഇവിടെ നല്ലൊരു കാലാവസ്ഥയാണ്, രാത്രി നല്ല തണുപ്പാണ്, പകല് വെയിലിന് നല്ല ചൂടുണ്ട്. പക്ഷെ ഇല്ലാത്തടത്തൊക്കെ നല്ല ഒരു നമ്മുടെ നാട്ടിലെ ഇട്ട ഒരു കാലാവസ്ഥയാണ് കേട്ടോ. വൈകുന്നേരം അവനെ പുറത്ത് കളിക്കാൻ വിടാറുണ്ട്. ഇവിടെ കളിക്കും. അപ്പുറത്ത് ഇതിൻ്റെ ഓണറിൻ്റെ വീട്ടിലെ മക്കളെ തോന്നുന്നു, കുറച്ച് കുട്ടികളും ഉണ്ട് അവിടെ. അപ്പം അങ്ങനെ അവിടെ കളിക്കും. അപ്പം ഇന്നിപ്പോൾ നമ്മൾ വൈകുന്നേരം ഫുഡൊക്കെ കഴിച്ചിട്ട് ആനസവാരിക്ക് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. 2 ദിവസമായിട്ട് അവനിങ്ങനെ പറയുന്നുണ്ട്. ഇന്നലെയും ആനസവാരിക്ക് പോകണമെന്ന് പറയുന്നുണ്ട്. എവിടേക്കോ ആഡൊക്കെ കണ്ടപ്പോൾ അങ്ങനെ പോകണമെന്ന് പറയുന്നുണ്ട്. ആനെ കുളിപ്പിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ അവനും കൊണ്ട് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ വൈകുന്നേരം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ റെഡിയായി. നമ്മുടെ ഈ ബാൽക്കണിയിൽ താഴെ ഇരുന്നിട്ട് റിലാക്സ് ആയിട്ട് കേട്ടോ കഴിച്ചത്. ക്ലീൻ ചെയ്യാനൊക്കെ അവരൊന്നും വന്നിട്ട് ക്ലീൻ ചെയ്ത് തരും കേട്ടോ. അപ്പോൾ തുടച്ച് പോയിട്ടേ ഉള്ളൂ.
അപ്പോൾ ഇതാ ഫുഡൊക്കെ കഴിക്കട്ടെ. എന്നിട്ട് വൈകുന്നേരം നമ്മൾ താമസിക്കണതിൻ്റെ അടുത്ത് തന്നെയാണ് ആന സഫാരീൻ്റെ ഇതുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അവിടെ എത്തി. നല്ല ക്യൂട്ടായിട്ടുള്ള ആനകൾ കേട്ടോ, കുട്ടി കുട്ടി ആനകൾ, ഒരുപാട് ആനകളുണ്ട്. 10 ആനകളുണ്ടെന്ന് അവർ പറഞ്ഞു കേട്ടോ. ഇങ്ങനെ ഒരുപാട് സ്ഥലത്തുണ്ട് കേട്ടോ. അവിടെ ഒരു സ്ഥലത്തും 2 സ്ഥലത്തൊന്നുമല്ല. ഞങ്ങൾ പണ്ട് കൊടൈക്കനാൽ അല്ല ഇവിടെ തേക്കടി ഫസ്റ്റ് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് മുനീഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുനീഫ് ഒരു വയസ്സ് ആയിട്ടില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ. അന്ന് ഞങ്ങൾ വന്ന സമയത്ത് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല. വളരെ കുറച്ച് ഷോപ്പുകളും കുറച്ച് റിസോർട്ടുകളും ഹോം സ്റ്റേകളൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഓരോ വർഷം ചെല്ലുന്നതിനനുസരിച്ച് ഇങ്ങനെ മാറി മാറി വരില്ലേ. ഇപ്പം അന്നത്തെ തേക്കടിയല്ല സത്യം പറഞ്ഞാൽ. ഇപ്പം അടുത്ത് ഞങ്ങൾ തേക്കടി വന്ന് പോയത് കേട്ടോ, പക്ഷേ സ്റ്റേ ചെയ്തിട്ടില്ല. അങ്ങനെ കടന്നു പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷം ഇപ്പോൾ ഇപ്പോഴാണ് കേട്ടോ തേക്കടിയിൽ നമ്മൾ ലോക്ക്ഡൗൺ സമയത്താണ് തോന്നുന്നുണ്ട്. അന്ന് നമ്മൾ വന്ന് അങ്ങനെ ചുറ്റാനൊന്നും പറ്റിയിട്ടില്ല. ഒരു സ്ഥലത്ത് റൂമെടുത്ത് 2 ദിവസം നിന്ന് അങ്ങനെ പോവുക ചെയ്തത്. അപ്പോൾ ഇതാ ആന സഫാരിക്കുള്ള ടിക്കറ്റൊക്കെ ഞാൻ എടുത്തിട്ട് വന്നു. ഒരാൾക്ക് 500 രൂപയുണ്ട് അവർ ചാർജ് ചെയ്യുന്നത്. മാസിക്ക് ടിക്കറ്റ് ഇല്ല. മാസിയാണ് കേട്ടോ സത്യത്തിൽ നല്ലോണം എൻജോയ് ചെയ്തത്. അവന് ഭയങ്കര കൊമ്പനാന കുട്ടപ്പ എന്നുള്ള പാട്ടൊക്കെ പാടി ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഇത് ഒരു വെറൈറ്റി കളർ ആന കേട്ടോ. പല സംസ്ഥാനത്തെ ആനകളാണെന്ന് പറഞ്ഞു. അതാണ് പല കളറും, ചിലത് നല്ല കറുപ്പ്. ഈ ഒരു ആന ഒരു നരച്ച ആനയായിരുന്നു കേട്ടോ. ഞാൻ ചോദിച്ചും ചെയ്തത് ഈ കളറിന്ന്. അപ്പോൾ വേറെ ഏതോ ഒരു സംസ്ഥാനം പറഞ്ഞവർ അവിടുത്തെ ആനയായിരുന്നു. ഈ ഒരു ആനൻ്റെ മേലെയാണ് നമ്മൾ കയറിയത് കേട്ടോ. പേര് ചോദിച്ചിരുന്നു, പേര് മറന്നുപോയി. പക്ഷെ നല്ല ട്രെയിൻഡാണ് കേട്ടോ. അവർ ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാനൊക്കെ പറയുമ്പോൾ അവരനുസരിച്ചൊക്കെ പോസ് ചെയ്യണം, ആട്ടനും തല ആട്ടനും ഇങ്ങനെ തുമ്പിക്കൈ ഉയർത്തിയിട്ടൊക്കെ പറയുന്ന പോലൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. വീഡിയോ എടുക്കാനാണെന്ന് പറയുമ്പോൾ അതിനനുസരിച്ചൊക്കെ മൂവ് ചെയ്യുന്നുണ്ട്. നല്ല ട്രെയിൻഡ് ആനകളാണ് കേട്ടോ. ഇതൊരു ഏലക്കായ തോട്ടാണ്. അതിൽ കൂടെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് 25 മിനിറ്റാണ് കേട്ടോ ഈ ഒരു ആനപ്പുറത്ത് നമ്മളെ കൊണ്ടുപോണ്. ആനപ്പുറത്ത് ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഇത് വലിയ സുഖമുള്ള ഏർപ്പാടൊന്നുമല്ല കേട്ടോ. ആനങ്ങനെ ആടി ആടി നടക്കുമ്പോൾ നമുക്ക് ഊരങ്ങനെ നല്ല ബാക്ക് പെയിൻ കേട്ടോ. പ്രത്യേകിച്ച് കാക്ക ഏറ്റവും ബാക്കിലാണല്ലോ. അപ്പോൾ കാക്ക പറയായിരുന്നു ഞാനിതിൻ്റെ വയറിൻ്റെ ഭാഗത്തായതുകൊണ്ട് ഭയങ്കരമായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറയുന്നു കേട്ടോ. മാസി ഭയങ്കര പാട്ടായിരുന്നു കേട്ടോ. മാസിൻ്റെ പാട്ട് കേട്ടിട്ട് പിന്നാലെ വരുന്നവരും ആനൻ്റെ പാപ്പാന്മാരൊക്കെ ഭയങ്കര ചിരിയായിരുന്നു. അപ്പോൾ കാക്ക പറയുന്നത് മിണ്ടാതെ നിൽക്കടാ. ഞാൻ പറഞ്ഞു കുട്ടികളല്ലേ, അവൻ എൻജോയ് ചെയ്യട്ടെ. അതിപ്പോൾ അവൻ പാട്ട് പാടി കരുതി ആരും ഒന്നും വിചാരിക്കൊന്നുമില്ല എന്നൊക്കെ പറയായിരുന്നു കേട്ടോ. നല്ലൊരു കുട്ടിയാന, നല്ലൊരു സുന്ദരി ആനയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അങ്ങനെ ഓരോ ദിവസം ഓരോ കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മൾ പോയത്. പിറ്റേ ദിവസം നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ആക്കുന്ന ദിവസം നമ്മൾ റോസ് ഗാർഡൻ വിസിറ്റ് ചെയ്യാൻ പോയി. അവിടെ കുറേ ഗെയിംസും കുട്ടികളുടെ കുറേ ആക്ടിവിറ്റീസ്, ഫിസിക്കലി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ, അല്ലാത്ത ഗെയിംസ് അല്ല, കയറാനും മറിയാനൊക്കെ ഉള്ളതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവനവിടെ കൊണ്ടുപോയിട്ട് കുറച്ച് നേരം അങ്ങനെ കളിച്ചു. നമുക്ക് റൂമിലിരിക്കാനാണ് താല്പര്യം, പക്ഷെ അവൻ അങ്ങനെ അല്ലല്ലോ. അപ്പം അങ്ങനെ 5-6 ദിവസം അങ്ങനെ കടന്നു പോയതൊന്നും അറിഞ്ഞില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് തിരിക്കാനുള്ള പരിപാടിയിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കണം. വീണ്ടും ഒരു വ്ളോഗിലേക്ക് വരുന്നവരെ അസ്സലാമു അലൈക്കും. കുളിപ്പിക്കാനും പോവാ. ആനനെ കുളിപ്പിക്കലുണ്ടോ? ആനനെ കുളിപ്പിക്കമ്മ നമ്മളിങ്ങനെ പോകേണ്ട വീഡിയോ എടുത്തു തരുമോ? താത്ത് കൊടുത്താൽ ഷാളൊന്ന് കേട്ടിടും. ഞാൻ കേട്ടില്ല.